ഇന്ന് തിരുവോണമായിട്ട് മോഹനേട്ടൻ്റെ കടയിൽ പാലടയും അടപ്രഥമനും വാങ്ങാൻ വന്നിരിക്കുകയാണ് ഞങ്ങൾ. സത്യത്തിൽ ഇത്തവണ ഞങ്ങൾക്ക് ഓണമില്ല. ഓണം ആഘോഷിക്കണ്ടെന്ന് വിചാരിച്ചാലും നിങ്ങളുടെ സമ്മാനങ്ങൾ കൊണ്ടും സദ്യ കൊണ്ടും ഈ ഒരു ഓണം അവിസ്മരണീയമായി മാറി എന്ന് തന്നെ പറയാം. ഇന്ന് മോഹനേട്ടനാണ് ഞങ്ങളുടെ ആദ്യത്തെ ഓപ്പണിംഗ് ഷോട്ട്. ഇതാണല്ലേ സംഭവം. ഏതാ 20 രൂപ? അത് ഇത് അയ്യോ ബോട്ടിൽ അടിക്കില്ല, ഉണ്ടാവില്ല. ഇത് നമ്മൾക്ക് ഇതിൽ കൊടുക്കാൻ വേണ്ടി വെച്ചുള്ളത് അത്രേ ഉള്ളു. ഇനി ആടയല്ലേ എത്ര മൊത്തം? 230, 240, 470. ഒരു അപ്പൊ 500 രൂപ അടിച്ചോ? 500 രൂപ അടിച്ചോ? 500 നോട്ടുണ്ടല്ലോ ദീപം, അത് കൊടുത്തോ. എൻ്റെ ദീപുവിൻ്റെയും ഓണക്കോടി നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ സ്ഥിരം സാന്നിധ്യമായിട്ടുള്ള പ്രേമകുമാരി ചേച്ചി ഗുരുവായൂർ വെച്ച് തന്നതാണ്. അതുപോലെ ഇനി നിങ്ങൾ കാണാൻ പോണ എൻ്റെ അമ്മയുടെ ഓണക്കോടി അത് മൂവാറ്റുപുഴയിലുള്ള രാജേശ്വരമ്മയും ഫാമിലിയും തന്നതാണ്. പായസം, അടപ്രഥമനുണ്ട്, പാലടയുണ്ട്. ഏയ് സുന്ദരി സുന്ദരി, ടേസ്റ്റ് നോക്കാ. എന്ത് അമ്മയ്ക്ക് ക്ഷമയില്ല അടപ്രഥമൻ ടേസ്റ്റ് ചെയ്യാൻ. എങ്ങനെയുണ്ടെന്ന് പറയും. മോഹനേട്ടൻ്റെ അടപ്രഥമൻ നമുക്കറിയാവുന്ന കേസല്ലേ. വേണ്ട, കുറേശ്ശെ സ്പൂൺ കൊണ്ട് ഒഴിച്ചാൽ മതി. 3 ഗ്ലാസ് ഒന്നും വേണ്ട. ദീപുവിന് അടപ്രഥമൻ വേണ്ട, നമുക്ക് 2 ആൾക്ക് അടപ്രഥമൻ മതി. എനിക്ക് കുറച്ച് ഒഴിച്ചോ. അമ്മയ്ക്ക് എത്ര വേണ്ട വെച്ചെടുത്തോ. എനിക്ക് ഒരു 3 സ്പൂൺ മതി. കൂടുതൽ കഴിച്ചാൽ എനിക്ക് മട്ടിപ്പോവും. കൊള്ളാം. രാവിലെ തന്നെ ചായ കുടിച്ചു, പക്ഷേ പായസം അടപ്രഥമൻ കഴിച്ചിരിക്കുകയാണ്. പാലട അവളെ കയ്യും കാലൊക്കെ ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുക, കൊതി വന്നിട്ട്. ഓ മേ ദീപിൻ്റെ ആഗ്രഹം പോലെ തന്നെ നിറഞ്ഞൂല. അത് ഒരിത്തിരി എനിക്ക് തരുമോ? നല്ല അല്ലേ, അടിപൊളിയുണ്ട്. താങ്ക് യു ദീപു. നിനക്ക് ഞാൻ ഒരേ ഒരു വലിയ എന്നെ കുടിക്കുള്ളൂ. ഒരു വലിയ അല്ലേ ഞാൻ വലിച്ചുള്ളൂ. സാധനം ഉണ്ടല്ലോ മോളെ, പിന്നെ എന്തിനു നീ പിശുക്കണേ? ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് കൊണ്ട് കുടിക്കണ്ട, അതോ ഊണ് കഴിച്ചിട്ടാണോ? മതില്ലേ? എനിക്കറിയാൻ അമ്മ എടുക്കുന്നു വീണ്ടും. അല്ല,
ആ പാലട അല്ലേ, പാലട ഒരു കുറച്ച് അമ്മയ്ക്ക് അത്ര ഇഷ്ടം അല്ലേ, ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അധികം മധുരല്ലേ അമ്മ, ഓവർ മധുരമില്ല ആക്കല്ലേ, ദീപ പെർഫെക്റ്റ് മധുരം. അതന്നെ. അല്ലേ? ഇനി ഇന്നത്തെ ഓണസദ്യ അത് ചാവക്കാടുള്ള ആമിന ബഷീർ എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ ഞങ്ങൾക്ക് തന്നതാണ്. അവർ ഫാമിലിയായിട്ട് ഖത്തറിലാണ്, നാട്ടിൽ വരുമ്പോൾ കാണാമെന്നൊക്കെ കഴിഞ്ഞ ലൈവിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തവണ ഓണമില്ല എന്നറിഞ്ഞിട്ട് അവർ പ്രത്യേകം നമുക്ക് വാങ്ങി തന്ന ഓണസദ്യയാണ് ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോണേ. അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ടാണ് ലുലുവിൻ്റെ ഒരു ഓണസദ്യ നമ്മൾ കഴിക്കാൻ പോണത് അല്ലേ. ഇതുവരെ അങ്ങനെ കഴിക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ ആമിനത്ത നമുക്ക് നല്ല ഗിഫ്റ്റാണ്, അമ്മയുടെ ഓണസദ്യ. ദീപ് അമ്മ അപ്പുറത്തിരുന്നോ, നീങ്ങിരുന്നോ, കുറച്ചുകൊണ്ട് സ്ഥലം വേണമല്ലോ, വലിയ ഓണസദ്യയാണ്. ദീപിൻ്റെ ഓണസദ്യ എടുത്തോളൂ. ഇങ്ങനെ വിട്ടാൽ ഓക്കെ അല്ലേ? എൻ്റെ പൊന്നി നല്ല അടിപൊളി പാക്കിംഗ് ആണല്ലോ. ഇല പപ്പടം അല്ലേ? എത്ര, ഒരു പപ്പട രണ്ട് പപ്പട? ഒരു പപ്പട. അപ്പം ഇതൊക്കെയാണ് കറികൾ അല്ലേ, എല്ലാ കറികളും. പഴം വരെയുണ്ട്, പഴമുണ്ട്, പായസം 2 ടൈപ്പ് ഉണ്ട് കേട്ടമ്മ, പരിപ്പുണ്ട് പാലടയുണ്ട്, തോരൻ. അപ്പം എല്ലാം കൂടി ഇലയിലേക്ക് ആക്കിയിട്ട് നമുക്ക് നോക്കാം അല്ലേ. വാവ്, തൈര് വരെ ഉണ്ടെന്നുണ്ട്. ഇത് തൈരാണോ? അടിപൊളി തൈരും എല്ലാം ഉണ്ട് കേട്ടോ, സൂപ്പർ. ചോറ് കൂടുതലുണ്ടാവും, കുറച്ച് കൂടുതലുണ്ടാവും അല്ലേ? നമുക്കൊക്കെ കറക്റ്റായിരിക്കും, ദീപുവിന് എനിക്കും. ദീപുവിൻ്റെ സദ്യ ദീപു തുറന്നിരിക്കുകയാണ്. യെസ്, നെയ്യുണ്ടാ? ശരി, നെയ്യും പരിപ്പും കൂടി കഴിക്കാനായിരിക്കും. ചോക്ലേറ്റ് ചോക്ലേറ്റ് സിറപ്പോ? എന്ത് ഫ്രീ ആവും ഇത്? ഓ പിന്നെ പാലടയിൽ ചോക്ലേറ്റ് സിറപ്പ് വെച്ച് കഴിക്കല്ലേ? എന്തേ? ആ ഓ, ഇവന്മാര് നമ്മളെ കൊതിപ്പിച്ച് കൊല്ലുമല്ലോ. ഒഴിച്ചോ, കുറച്ചുകൂടെ ഒഴിച്ചോ. ഓക്കെ, താങ്ക് യു. അപ്പം അങ്ങനെ ഓണസദ്യ. ആ, അമ്മ കാക്കയ്ക്ക് പപ്പടം കൂട്ടി ചോറ് കൊടുക്കാൻ പോവാണ്. എന്തൊക്കെ ഐറ്റംസാ അല്ലേ? പപ്പടം, കൊണ്ടാട്ടം, അച്ചാറ്, മാങ്ങച്ചാറുണ്ട്, നാരങ്ങച്ചാറ് പൊട്ടിച്ചില്ല, നാരങ്ങച്ചാറുണ്ട്, ഇഞ്ചിപ്പുളിയുണ്ട്, പിന്നെ അതാ പൈനാപ്പിൾ, 2 തരം പച്ചടിയും മോരുകറി പോലത്തെ കാളൻ ഒക്കെ ഉണ്ട്, ചിപ്സ്, ശർക്കര വരട്ടി, അവിയൽ, പിന്നെ കായം പയറാണ്, മത്തൻ പയറല്ലേ, മത്തൻ പയറുണ്ട്. അങ്ങനെ ഒരു ലോഡ് ഐറ്റംസ് ഉണ്ട്. ഓലനുണ്ട്. സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ സ്ഥലമില്ല ഇതൊക്കെ കൂടി വിളമ്പാൻ. അപ്പം അത് ഗംഭീരമായിട്ടുള്ള ഒരു ഓണസദ്യ അല്ലേ. അപ്പോൾ ആമിനത്തക്കും ബഷീർക്കാക്കൊക്കെ നമ്മുടെ വക ഹാപ്പി ഓണം അല്ലേ. നമ്മുടെ ഓണം അടിപൊളിയായി. കുറച്ച് നെയ്യ് മതി 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 കുറേശ്ശെ ഒഴിച്ചോ നെയ്യും പരിപ്പ്. ട്രഡീഷണലായിട്ട് നെയ്യും പരിപ്പിൽ അങ്ങോട്ട് തുടങ്ങാം. നെയ്യും പരിപ്പ് കൂട്ടി തുടങ്ങിയ അങ്ങണ്ട് അങ്ങണ്ടമ്മ.
ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായില്ലേ ഇന്നത്തെ ഓണം. അടിപൊളി. $550 മേടിക്കുന്ന സ്ഥിതിക്ക് 2 പപ്പടമൊക്കെ വയ്ക്കാം അല്ലേ? വെള്ളം നോക്കിയാ ഹാപ്പി ഓണം. നീയും കൂടി പടട്ടന്നത്തെ വീഡിയോയിൽ കറക്റ്റ് ടൈമിലാണ് നീ വിളിച്ചത്. ഹാപ്പി ഓണം. ആ ഹാപ്പി ഓണം. ഞങ്ങളിന്ന് ലുലുവിലത്തെ ഓണസദ്യ വാങ്ങി. ലുലുന്ന് ഇവിടെ ആരാന്നറിയില്ല. ഒരു സബ്സ്ക്രൈബർ സ്പോൺസർ ചെയ്താ ഓണസദ്യ. എന്താ പരിപാടി? എന്നാ കഴിച്ചിട്ട് വിളിക്ക്. ഓക്കെ ഹാപ്പി ആണോ ഡിറ്റോട് പറയും. കറക്റ്റ് ടൈമിന് ചീച്ച് വിളിച്ചു അല്ലേ? അടിപൊളി സാമ്പാറുണ്ടല്ലോ. പപ്പടം നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടല്ലോ. ആ എടുത്തോ 2-3 പപ്പടങ്ങൾ എടുത്തോ. ഓണായിട്ട് പപ്പടം പിടിച്ചില്ലേ എന്തിനുള്ള അവിയലങ്ങോട്ട് ഞാൻ വിത്തറി ഇങ്ങോട്ട് ഇട്ടിട്ട് എണ്ണം കാച്ച അവിയൽ അല്ലേ? അടിപൊളി അവിയൽ. സാമ്പാർ, അവിയൽ, പരിപ്പ് നെയ്യ്, ഇത് 3 ഞാൻ ട്രൈ ചെയ്തു. 3ഉം അടിപൊളി. കേബേജ് നോക്കില്ല, നീ നോക്കിയാ? അല്ല കേബേജ് അവിടെ ഇതിൽ ഇതാണ് കേബേജ്. കേബേജ് കൊള്ളാം. ഇത് കുറച്ച് കിട്ടിയുള്ള കേബേജ്. മറ്റേ അവിയലിൻ്റെ കൂടെ അങ്ങോട്ട് കയറിപ്പോയി. ചോറിട് മോളെ, ചോറ് തീർന്നു. നമ്മൾ വിചാരിച്ച ചോറ് കൂടുതലെന്നു. ഈ ഐറ്റമൊക്കെ തീർത്ത് വരുമ്പോഴേക്ക് ചോറ് ഇനിയും വേണ്ടി വരും കേട്ടോ. ഈ ഇട്ടുവിടുന്നുണ്ട് നമ്മൾ മാത്രമല്ല. മതി. കുറച്ച് പാർട്ടാക്കി വെച്ചാലേ ഓരോ കറിക്കും കറക്റ്റായിട്ട് തകയും. വാ, ഇനി അടുത്ത എല്ലാം കൂടി മിക്സ് ചെയ്തില്ല. അമ്മയുടെ മുഖത്തേക്ക് നല്ലൊരു തൃപ്തി ഉണ്ട് അല്ലേ അമ്മ? നല്ല ടേസ്റ്റ് ഉണ്ട്. എൻ്റെ അമ്മ എല്ലാ ഓണത്തിനും പണിയെടുത്ത് മരിക്കാറുള്ളതാ. ഇന്ന് അമ്മയ്ക്ക് ഫുൾ റെസ്റ്റാണ് അല്ലേ? ഞങ്ങൾക്കും തൈര് കൂട്ടി പടയ്ക്കണം ലാസ്റ്റ്. കുറച്ച് ചോറിലേക്ക് മാറ്റി വയ്ക്കണേ. അപ്പോൾ അടുത്ത് നമുക്ക് കായയും കടലയും ഇതൊക്കെ വെച്ചിട്ടുള്ളൊരു എന്നിട്ടത് കടലയും ചേനയും കൂടില്ല. മത്തങ്ങയല്ല, ഇത് കായല്ലേ? മത്തങ്ങ വേറുണ്ട്, മത്തങ്ങയും പയറും വേറുണ്ട്. ഇത് കടലയും ചേനയും. ഇനി ഞാൻ മുകളിലില്ല, കാരണം എല്ലാം അടിപൊളിയാണ്. അപ്പം ഞാൻ അങ്ങോട്ട് തിന്നട്ടെ ഞങ്ങൾ. താങ്ക് യു അമിത, താങ്ക് യു. ബീട്രൂട്ട് പച്ചടി, വാവ്. മത്തയും പയറും. സൂപ്പർ. ചോറിട്. എൻ്റെ വേറെ ഫുള്ളായിട്ടാ. പക്ഷെ ഞാൻ പരാജയം സമ്മതിക്കാൻ തയ്യാറില്ല. നീ കറി മാത്രം തിന്നാം. അവിയൽ ഉഗ്രനാണ് കേട്ടോ. ഉഗ്രരസട്ടാ, ചൂട് വേണമെന്ന് മാത്രം. അല്ലേ? ഗംഭീര രസം. നീ കുടിച്ചാ?
അമ്മ അത് മുഴുവൻ കുടിക്കോ? ആ എന്നാൽ ദീപനോട് എടുത്തേക്ക്. അടിപൊളി രസമല്ല ദീപ? ഒന്നും പറയാനില്ല. അവിയൽ പപ്പടം തൈര് നിൻ്റെ മറ്റേ ചിപ്സ് ഉണ്ടാ? ശർക്കര ഉപ്പേരി. ആ അതൊക്കെ കൂടി ഒരു കോമ്പിനേഷൻ. കൊണ്ടട്ട ഞാൻ കഴിക്കാറില്ല. തൈര് ഒരെണ്ണം പൊട്ടിച്ചാൽ മതി, എല്ലാവർക്കും തികയും. കൂട്ടിക്കോ, മതി 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 മതി. തൈരും കൊണ്ടാട്ടവും പപ്പടമാണോ? പകുതി മതി പകുതി. താങ്ക് യു. അടിപൊളി തൈര്, ഒന്നും പറയാനില്ല, എല്ലാം സൂപ്പർ. ഓലൻ ഓലനൊരു ഫീലിംഗും ഇല്ല അല്ലേ? ഓലൻ പോരാ, ഓലൻ പോരാ. ഇതൊന്ന് പൈനാപ്പിൾ പച്ചടിയാണ്. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഒട്ടഞ്ഞുണ്ട്. ഓ വെട്ടിക്കെട്ട സാധനം. അങ്ങനെ നമ്മുടെ ഇത്രയും വലിയ ലുലു സദ്യ നമ്മളൊരു വിധത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഇനി പായസം അല്ലേ? പാലട, ഈ പാലട എടുക്കണോ കാലത്ത് മേടിച്ചോ പാലട? കാലത്തെ പാലട നീ ടേസ്റ്റ് ചെയ്തു ഇല്ലേ? ഈ പാലട നീ ടേസ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ ഈ പാലട ടേസ്റ്റ് ചെയ്ത് നോക്ക്. എന്നിട്ട് രണ്ടും കൂടി പിന്നെ നിനക്ക് സൗകര്യം പോലെ ഇഷ്ടം പോലെ കഴിക്കാമല്ലോ. ഓണം അവസാനിച്ചിട്ടില്ല, ഇന്ന് രാത്രി ഒരു ഓണം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ രാവിലെ മേടിച്ച അടപ്രഥമൻ കുറച്ചുണ്ട്, അപ്പോൾ അതും പപ്പടവും പഴവും കൂട്ടിയിട്ട് പിടി കഴിക്കണം. സാധാരണ ഞാൻ പഴം കൂട്ടാറില്ല, പഴം വേണ്ട, അല്ലെങ്കിൽ പഴം ചിലപ്പോൾ എനിക്ക് പണിയാവും. മതി 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 മതി, എത്ര മതി എത്ര മതി. നല്ല മധുരം തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതിന് മധുരയാ, രാവിലത്തെ കട മധുരം തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഈ അച്ചാറ് കൂടി ഇടാവൂല. ഓ നല്ല അടിപൊളി അച്ചാർ എൻ്റെ പൊന്നെ. പരിപ്പ് കുറച്ച് കൂട്ടാം, എന്നിട്ടാ ശർക്കര വറ്റിയാ എടുത്തോ മുഴുവൻ എടുത്തോ, കുഴപ്പമില്ല. നമ്മുടെ ഇവിടെ വേറെ ശർക്കര വറ്റി ഉണ്ട് കേട്ടാ, അതും നമ്മുടെ എറണാകുളത്തുള്ള അമ്മ അയച്ചല്ലേ. ഇപ്രാവശ്യത്തെ ഓണം മൊത്തം സബ്സ്ക്രൈബേഴ്സ് കൊണ്ടുപോയി. അമ്മയുടെ സാരി, ദീപൻ്റെ ടോപ്പ്, എൻ്റെ ഷർട്ട്, മുണ്ട് എന്ന് പറയേണ്ട എല്ലാ സാധനങ്ങളും, സദ്യ ഒക്കെ സബ്സ്ക്രൈബേഴ്സ് അവിടെ കൊണ്ടുപോയി അല്ലേ ദീപു? അതന്നെ. പരിപ്പ് ഇലയിൽ ഒഴിക്കേണ്ട കണ്ടില്ല. എടി ദീപു തിരി പരിപ്പ് കൂട്ടിക്കുക, സ്വല്പം കൂട്ടിക്കുക, നല്ല ടേസ്റ്റ് ഉണ്ട്. തരാം ഞാൻ ഒന്ന് കുടിക്കട്ടെ. ഓ അടപ്രഥമനേക്കാൾ സൂപ്പർ പരിപ്പാട്ടാ. പരിപ്പ് കൂടി കൂട്ടോ, സൂപ്പർ. ഇനി പാലടയാണ് മിക്സ് ബാക്കിയുള്ളത്. ഞാൻ മറന്നിട്ട്. അപ്പൊ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റണം. അല്ല പരിപ്പ് വേറുണ്ട്, അത് കൂട്ടിക്കോ, അത് മതി. ടേസ്റ്റൊക്കെ നല്ല മധുരമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സദ്യ ഉണ്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ പാലട മാത്രമാണ് ട്രൈ ചെയ്യാൻ ബാക്കിയുള്ളത് അല്ലേ. രാവിലെ ഞങ്ങളൊരു പാലട കൂടി കഴിഞ്ഞതാണ്. ഇത് ലുലുവിലത്തെ പാലടയാണ്. എങ്ങനെയുണ്ട്? ഏതാ അടിപൊളി? രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഡിഫറെൻറ്റ് ടേസ്റ്റ് അല്ലേ? നോട്ടെ ചേട്ടന് ഇത്തിരി തരുമോ? കൊള്ളാം. രാവിലത്തെ കുറച്ച് വലിയ അടയെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇത് വളരെ ചെറിയ അട. ഈ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ദീപ ഒഴിക്കാൻ പോകണം. അമ്മേ അയ്യോ, സോ നീ ആള് ജഗില്ലാടിയല്ല. ഓ കുടിച്ചോക്ക്. അമ്മ നിങ്ങൾക്ക് വേണം ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച പാലടാ? ആ ഇതൊന്ന് കുടിച്ചു നോക്കിയേ, ഒരു സ്പൂണെങ്കിലും. ആ ഒരു ഇത്തിരി, ഒരു സ്പൂൺ. ആ മതി. ആ കുടിച്ചോ.
അടിപൊളിയുണ്ടല്ലേ? ഒരു ഇത്തിരി പുപ്പന കൊടുക്കാം. എൻ്റെ പൊന്നുമോളെ, നീ ചോക്ലേറ്റ് അടിപൊളിയുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഇത്രയും ഐറ്റംസ് ഇതിൽ ബാക്കിയുണ്ട് കേട്ടോ. ചോറില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ അത്യാവശ്യം ഐറ്റംസ് എല്ലാം ബാക്കിയുണ്ട്. അപ്പോൾ ചോറ്, പപ്പടം, ഇങ്ങനെയുള്ള സാധനങ്ങൾ കുറച്ച് കൂടുതൽ കരുതുകയാണെങ്കിൽ ഇതൊരു 4 പേർക്കൊക്കെ 3 എണ്ണം മേടിച്ചാൽ കഴിക്കാമല്ലേ സുഖമായിട്ട്. സംഗതി പുപ്പുവിൻ്റെ അവിടെ, അതായത് ദീപുവിൻ്റെ വീട്ടിൽ സദ്യ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇത്രയും ഐറ്റം ബാക്കിയുള്ളതുകൊണ്ട് അത് പുപ്പുവിന് കൊടുക്കാം, പുപ്പുവിനും അവിടെയുള്ള ആൾക്കാർക്കും അല്ലേ. ആ എന്തേ വീഡിയോ എടുക്കാൻ പാടില്ലേ? നീ പിടിക്കട, നീ ഹാപ്പി ഓണം പിടിക്ക്. ആ നിനക്കുള്ള സാധനല്ലേ അത്. നിനക്ക് ദീപാകത്തേക്ക് വയ്ക്കും, ദീപാകത്തേക്ക് വെച്ചു കേട്ടോ. അത് പായസം, അത് പായസം, 2 പായസം. ശർക്കര വരട്ടി, കാബേജ്, കുറച്ചൊക്കെ അറിയാല്ലേ ഉപ്പനെ? ചോററിയാം. കുറേ നാളായിട്ടേ എല്ലാവരും ചോദിക്കണ ഉപ്പനവിടെ പോയി, ഉപ്പനവിടെ പോയി എന്നല്ലേ. ഉപ്പനവിടെ പോയി. അപ്പം എല്ലാവരും ഉപ്പനെ കണ്ട് ഹാപ്പി ആയില്ലേ? ഒരു ഹാപ്പി ഓണം പറഞ്ഞു എല്ലാവർക്കും. ആ ഹാപ്പി ഓണം. അപ്പം ഞങ്ങളുടെ എല്ലാവരുടെ ഹാപ്പി ഓണം അല്ലേ. ഓണായിട്ട് അപ്പയ്ക്ക് ഉമ്മില്ലേ? ഞാൻ അപ്പുമ്മ. കെട്ടിപ്പിടിച്ച അപ്പയ്ക്ക് മാത്രം കൊടുക്കുള്ളൂ അല്ലേ? അപ്പയ്ക്ക് കെട്ടിപ്പിടിച്ചവരും വന്നേ. അതന്നെ, നല്ല മോൻ, നല്ല മോൻ, നല്ല മോൻ. അല്ലടാ അനുക്കുട്ടൻ എന്ത്? അപ്പഴ ഷർട്ട് എങ്ങനെ പൂപ്പ? പൂപ്പൻ്റെ ഉടുപ്പ് സൂപ്പറായിട്ടാ, നല്ല ചുന്തിരി പെണ്ണായിണ്ട്. എന്ത് ഭംഗിയെ കാണാൻ പൂപ്പന. ഒരു കെട്ടിപ്പിടിച്ചൊരു മോടത്തേക്ക് അവള് ചോക്ലേറ്റ് ഒക്കെ തരുന്നു നിനക്ക്. അങ്ങനെ അയ്യോ മതി 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 മതി. ചോക്ലേറ്റ് പാലട പായസത്തിൽ ഇട്ടിട്ടെ. ഒറ്റയ്ക്ക് മതിയാ? ഒറ്റയ്ക്ക് മതി ചോക്ലേറ്റ്. അങ്ങനെ കൊടുക്കണേ ഇപ്പൊ. അത് കുടിച്ചോട്ടെ. തരാ 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 തരാ. ഏടാനക്കുട്ടാ, അപ്പടെ മോനെവിടെ? അപ്പടെ പൊന്നെവിടെ? ചിരിക്കണോ? ഇതാണ് പുപ്പൻ്റെ അനിയൻകുട്ടൻ അല്ലേ. അപ്പടെ മുത്തുമണി. ദീപെടുത്ത മോനെ അപ്പെടുക്കണ്ടേ? ബാ ബാ ബാ. കരഞ്ഞോ കരഞ്ഞോ കരഞ്ഞോ? ഓറ്റോ എൻ്റെ മോനെ ദീപെടുത്ത അപ്പെടുക്ക. ബാ ബാ ബാ. ഹൈ. അപ്പോൾ ഇന്നത്തെ ഓണസദ്യ ഗംഭീരമായി. ഇനി കൂടുതൽ പേരെടുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഓണം മറക്കാനാവാത്തൊരു അനുഭവമാക്കി തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കണം. അതോടൊപ്പം നല്ലൊരു ഓണവും അതുപോലെ ഇനി അങ്ങോട്ട് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. പഞ്ചവർണ്ണക്കുളിരേ പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ? നെഞ്ചിലൂറും മധുരം തേൻചോരും മൊഴി തരുമോ, പാടിത്തരുമോ? മുന്നാഴി മുത്തുണ്ട്, മൂവന്തി പൊന്നുണ്ട്,
മഴവില്ലിൻ കൂടാരത്തിൽ പോ